എല്ലാവർക്കും ഇൻട്രപ്റ്റ്സ് എന്ന ഈ ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്ററപ്റ്റുകളും അവ എങ്ങനെ പ്രവർത്തിക്കുമെന്നും അവ ഏതൊക്കെ രീതിയിൽ ആണ് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും ഉള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുക. ആദ്യമായി നമുക്ക് ഇൻട്രപ്റ്റ്സ് എന്താ എന്ന് നോക്കാം. ഇൻട്രപ്റ്റുകളും അവയുടെ ആവശ്യങ്ങളും. ഒരു പ്രോസസ്സറിനെ നമുക്ക് പല വിധത്തിൽ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇൻട്രപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം എന്നേ അർത്ഥമുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ തടസ്സപ്പെടുത്താൻ പല രീതിയിൽ നമുക്ക് സാധിക്കും. അതിൽ ഒന്നാമത്തെ രീതി പ്രോസസ്സറിന് പുറത്തു നിന്നുള്ള ഏതെങ്കിലും പെരിഫറൽ ഡിവൈസ്, ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് മറ്റേതെങ്കിലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസിന് പ്രോസസ്സറിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഇന്റേണൽ സിഗ്നൽ ജനറേറ്റഡ് ബൈ എ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഇൻ ദി പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് പർപ്പസ്ഫുൾ ആയിട്ട് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമുക്ക് പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു ഇന്റേണൽ സിഗ്നൽ തന്നെയാണ്, പക്ഷേ ആ സിഗ്നൽ നേരത്തെ രണ്ടാമത്തെ കണ്ടീഷനിൽ നിങ്ങൾ പർപ്പസ്ഫുൾ ആയിട്ട് എഴുതുന്ന ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, മൂന്നാമത്തെ തരം എന്ന് പറയുന്നത് അത് ജനറേറ്റ് ചെയ്യുന്നത് ഒരു എക്സെപ്ഷണൽ കണ്ടീഷൻ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് വന്നാൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഉദാഹരണമായി ഒരു ഡിവൈഡ് ബൈ 0 വന്നു, 5 ഡിവൈഡ് ബൈ 0, അതൊരു എക്സെപ്ഷനാണ്. അപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടരാൻ കഴിയത്തില്ല, അബോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില എക്സെപ്ഷൻസ് കാൽക്കുലേഷൻസിൽ ഉണ്ടാകുമ്പോൾ അത് പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് സാഹചര്യമുണ്ട്. ഈ 3 തരത്തിൽ നമുക്ക് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പ്രോസസ്സറിന് പുറത്തു നിന്നും, പ്രോസസ്സറിന് ഉള്ളിലുള്ള ഒരു സിഗ്നൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ സഹായത്തോടെയും, പ്രോസസ്സറിനുള്ളിലുള്ള ഒരു സിഗ്നൽ ഒരു എക്സെപ്ഷണൽ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നതിനോടനുബന്ധിച്ചും ജനറേറ്റ് ചെയ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ ജനറലി എ പ്രോസസ് ഓഫ് ഇൻട്രപ്റ്റിംഗ് ദ നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ടു ക്യാരി ഔട്ട് എ സ്പെസിഫിക് ടാസ്ക് ഈസ് റെഫേർഡ് ആസ് ഇൻട്രപ്റ്റ്. ഒരു പ്രത്യേക ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ജോലിയെ തടസ്സം ചെയ്യുകയും അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ടോ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഇൻട്രപ്റ്റുകൾ എന്ന് കാണാനായിട്ട് കഴിയും. Interrupt is initiated by a signal generated by an external device or by a signal generated by internal process. അപ്പോൾ 2 തരത്തിൽ ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിഗ്നൽസിന് പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ കഴിയും. ഒരു പ്രോസസ്സർ ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അത് സർവീസ് ചെയ്യുന്നത് ഇറ്റ് സ്റ്റോപ്സ് ദ എക്സിക്യൂട്ടിംഗ് കറണ്ട് നോർമൽ പ്രോഗ്രാം. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ചെയ്തിട്ട് അത് സേവ്സ് ദ സ്റ്റാറ്റസ് ഓഫ് വേരിയസ് രജിസ്റ്റേഴ്സ്. ആ സമയത്ത് പല രജിസ്റ്ററുകളിലും പല വാല്യൂ ആയിരിക്കും, കാരണം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയമല്ലേ. അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ ഒന്നായിരിക്കും, കോഡ് സെഗ്മെന്റ് വ്യത്യാസമായിരിക്കും, സ്റ്റാക്ക് സെഗ്മെന്റിൽ വേറൊരു വാല്യൂ കാണും. ഇത്തരത്തിൽ ജനറൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ പഠിച്ച രജിസ്റ്റേഴ്സിനകത്തൊക്കെ പല വാല്യൂസ് കാണും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റസിനെ, ആ രജിസ്റ്ററുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വാല്യൂസിനെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. വേരിയസ് രജിസ്റ്റേഴ്സ് സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് ദെൻ ദ പ്രീ പ്രോസസർ എക്സിക്യൂട്ട്സ് സബ് റൂട്ടീൻ പ്രൊസീജിയർ ഇൻ ഓർഡർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് റിക്വസ്റ്റഡ് ബൈ ആൻ ഇൻട്രപ്റ്റ്. അപ്പോൾ അങ്ങനെ നിലവിലെ ജോലി നിർത്തി വച്ചിട്ട് ആ സ്റ്റാറ്റസ് നമ്മൾ സ്റ്റാക്കിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ ഇൻട്രപ്റ്റിലൂടെ എന്താണ് സർവീസ് ചെയ്യേണ്ടത്, ആ സർവീസ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം നമ്മൾ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്ന് കാണാനായിട്ട് കഴിയും. ഉദാഹരണമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതരത്തിൽ ക്ലാസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും.
ഒന്ന്, ക്ലാസ് ഇൻറ്ററപ്റ്റ് ആകണമെങ്കിൽ പുറത്ത് നിന്ന് ഇപ്പം ഒരു നോട്ടീസ് വായിക്കാനായിട്ട് ക്ലാസ്സിൽ വരും. അപ്പോഴങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി വെച്ചിട്ട് ആ നോട്ടീസ് വായിച്ചതിന് ശേഷമാണ് ക്ലാസ് തുടരുന്നത്. അതാണ് ഒരു ഉദാഹരണം. എക്സ്റ്റേണൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്ററപ്റ്റിന് ഉദാഹരണം. ഇന്റേണൽ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പർപ്പസ്ഫുൾ ആയിട്ട് നിങ്ങൾ ക്ലാസ് നടത്താനായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്താം. അതല്ല എങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിചാരിതമായിട്ട് വരുന്ന എക്സെപ്ഷണൽ കണ്ടീഷൻ, ഒരു കുട്ടിക്ക് അല്പം തലകറക്കം വന്നു, ബോധക്ഷയം വന്നു, അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ്സിൽ ഒന്ന് കറങ്ങി വീണു, മയങ്ങി വീണു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആരും പ്രതീക്ഷിച്ച ഒരു സിറ്റുവേഷൻ അല്ല. ആ സിറ്റുവേഷനിൽ ക്ലാസ് നടത്തി വയ്ക്കേണ്ടതായി വരും. അത്തരത്തിൽ പ്രോസറിനും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴെന്ത് സംഭവിക്കും? നിലവിലെ കാര്യങ്ങൾ നിർത്തിവെച്ചതിന് ശേഷം ആ കാര്യത്തിൽ എന്താണ്, ഇപ്പൊ നോട്ടീസ് വായിക്കുന്ന പ്രക്രിയയിൽ ഞാൻ നോട്ടീസ് വായിക്കുന്നു, അപ്പോൾ ഞാൻ വേറൊരു ജോലിയിലേക്ക് മാറുന്നു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന ജോലിയെ താൽക്കാലികമായി നിർത്തിവെച്ച് ഞാൻ മറ്റൊരു ജോലി ചെയ്യാൻ ഒരുങ്ങുന്നു. അത് ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ പഴയ ജോലിയിലേക്ക് മടങ്ങി വരികയും വേണം. അപ്പോൾ ദ സബ്റോട്ടീൻ പ്രൊസീജിയർ ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു ആൻ ഇൻറ്ററപ്റ്റ് ഈസ് കോൾഡ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. അപ്പോൾ ഒരു ഇൻറ്ററപ്റ്റ് സർവീസ് ചെയ്യണമെങ്കിൽ ആ ഇൻറ്ററപ്റ്റിൽ എന്താണ് ആവശ്യം, ആ ചെയ്യേണ്ട ആവശ്യം നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്ത് നൽകണം. അതിനുവേണ്ടി ഞാൻ മറ്റൊരു റൂട്ടീൻ, മറ്റൊരു പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ പ്രൊസീജിയർ ഞാൻ പാലിക്കണം. ഇപ്പം നോട്ടീസ് വായിക്കുന്ന പ്രക്രിയയിലാണെങ്കിൽ, ഒരു കുട്ടി ബോധം കെട്ട പ്രക്രിയയിലാണെങ്കിലും ബോധം കെട്ട പ്രക്രിയയിൽ വേറൊരു തരം പ്രൊസീജിയറാണ് ഞാൻ നോക്കേണ്ടത്. ചിലപ്പം ഡോക്ടറെ വിളിക്കേണ്ടി വരുമായിരിക്കും, ആശുപത്രിയിൽ പോകേണ്ടി വരുമായിരിക്കും. അത്തരത്തിലൊരു പ്രൊസീജിയറുണ്ട്. സോ ഇത്തരത്തിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന മറ്റൊരു തൊഴിൽ, അതിന് ആ ജോലി ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ കാണും. ഈ ഇൻറ്ററപ്റ്റ് വരെയാണെങ്കിൽ ഈ സർവീസ് റൂട്ടീൻ, ഈ പ്രോഗ്രാമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അത്തരത്തിലൊരു ലിസ്റ്റ് കമ്പ്യൂട്ടറിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സർവീസ് റൂട്ടീനെയാണ് ഓരോ ഇൻറ്ററപ്റ്റും ഓരോ രീതിയിലാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻറ്ററപ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്ന സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് സർവീസ് സബ് റൂട്ടീൻസ് എന്നറിയപ്പെടുക, ISS. ചിലപ്പോൾ ചില ടെക്സ്റ്റുകളിൽ ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻസ് എന്നായിരിക്കും, ISR എന്നും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇൻറ്ററപ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരികെ നമുക്ക് പഴയ പൊസിഷനിലേക്ക് എത്തണം. പഴയ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു റീസ്റ്റോർ ദ സ്റ്റാറ്റസ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റാക്ക്. അപ്പോൾ സ്റ്റാക്കിലാണ് നമ്മൾ നേരത്തെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് സൂക്ഷിച്ചു വെച്ചത്. ആ സ്റ്റാക്കിൽ നിന്നും ഓരോ രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസും റെസ്പെക്റ്റീവ് രജിസ്റ്റേഴ്സിനകത്ത് തിരിച്ചെടുത്ത് വയ്ക്കണം. എടുത്തു വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്നും നമുക്ക് തുടരാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതാണ് പ്രൊസീജിയർ. അറ്റ് ദ എൻഡ് ഓഫ് ISS, the stored status registers in stack are restored in respective registers and the processor resumes the normal program execution from the point where it was interrupted. അങ്ങനെ നമുക്ക് തിരികെ പഴയ പ്രോഗ്രാം എക്സിക്യൂഷനിലേക്ക് എത്താൻ കഴിയും എന്ന് കാണും. The external interrupts are used to implement the interrupt driven data transfer. യഥാർത്ഥത്തിൽ ഞാൻ ടൈപ്പ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ പറഞ്ഞപ്പോൾ ഇൻറ്ററപ്റ്റ് ഡ്രിവൺ ഡേറ്റ ട്രാൻസ്ഫർ പിന്നെ ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഇവിടെയാണ് ഇനി ചർച്ച ചെയ്യുന്നത്. കാരണം ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് ജനറേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഡേറ്റ ട്രാൻസ്ഫറിനെ, അത് ഉപയോഗിച്ചുള്ള ഡേറ്റ ട്രാൻസ്ഫറിനെ ആണ് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ ഡേറ്റ ട്രാൻസ്ഫർ എന്നറിയപ്പെടുക. ദ ഇൻറ്ററപ്റ്റ്സ് ആർ ജനറേറ്റഡ് ബൈ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആർ കാൾഡ് സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്സ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെ സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്സ് എന്നാണ് പറയുന്നത്. അവ സിസ്റ്റം സർവീസസും അല്ലെങ്കിൽ സിസ്റ്റം കോൾസിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സിസ്റ്റംസിൻ്റെ ചില പർപ്പസ്ഫുൾ ആയിട്ടുള്ള ചില സർവീസസ് ചെയ്യാനായിട്ടാണ് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്സ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്സ് അത്ര ഹാംഫുൾ അല്ല. കാരണം സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്സ് നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്, ഒരു കാര്യം ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റാണ്. ചിലപ്പോഴൊക്കെ ചില കമ്പ്യൂട്ടറിൽ ചില പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തന്നെ ചില റൂട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വന്നിട്ട് പറയും, ഇപ്പോൾ സിസ്റ്റം മെയിൻ്റനൻസ് അത്യാവശ്യമാണ് ചെയ്യണം, അല്ലെങ്കിൽ ബാറ്ററി ആണ് ചാർജ് ചെയ്യണം. ഇതൊക്കെ വേറൊരു ഇൻറ്ററപ്റ്റിൻ്റെ, സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് ആണ്. അപ്പോൾ അത്തരത്തിൽ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റ്സ് സിസ്റ്റത്തിൽ ഒത്തിരി എണ്ണം കാണാനായിട്ട് കഴിയും. ദ സിസ്റ്റം സർവീസസ് ആർ പ്രൊസീജിയേഴ്സ് ഡെവലപ്ഡ് ബൈ സിസ്റ്റം ഡിസൈനർ. അപ്പോൾ സിസ്റ്റത്തിൻ്റെ എങ്ങനെ സർവീസ് ചെയ്യാം, എന്ത് ചെയ്യണം, ഓരോ ഇൻറ്ററപ്റ്റ് വരുമ്പോൾ എന്ത് സർവീസ് ചെയ്യണം, ആ പ്രൊസീജിയർ ആരാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? സിസ്റ്റം ഡിസൈനർ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോർ വേരിയസ് ഓപ്പറേഷൻ ആൻഡ് സ്റ്റോർഡ് ഇൻ മെമ്മറി.
അത്തരത്തിൽ പല ജോലികൾ സിസ്റ്റത്തിൽ ചെയ്യാനായിട്ട് പല ഇന്ററപ്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ട് കഴിയും. അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന സിസ്റ്റം ഡിസൈനറാണ്. അത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും ആ പ്രോഗ്രാമുകൾ. The user can call these services through software interrupts. അത്തരത്തിൽ സിസ്റ്റത്തിന് അനിവാര്യമായി സർവീസ് ചെയ്യേണ്ട ജോലികൾ മുഴുവനും പ്രത്യേകം ISS ആയിട്ട് സിസ്റ്റം തന്നെ കീപ്പ് ചെയ്യുകയും നമുക്ക് അത്തരത്തിലുള്ള ഇന്ററപ്റ്റുകളെ നമുക്ക് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഉപയോഗിച്ച് റോട്ടീൻസിനെ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കോൾ ചെയ്യാനായിട്ട് കഴിയും. Interrupts generated by exceptional conditions are used to implement error conditions in the system. അപ്പോൾ എക്സെപ്ഷൻ കണ്ടീഷൻ ഉപയോഗിച്ച് വരുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റുകൾ യഥാർത്ഥത്തിൽ സിസ്റ്റത്തിൽ വരുന്ന എറർ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇന്ററപ്റ്റ് ഡ്രിവൺ ഡേറ്റ ട്രാൻസ്ഫർ സ്കീം എന്താണെന്ന് പരിശോധിക്കാം. ഇന്ററപ്റ്റുകൾ ഉപയോഗിച്ച് ഡേറ്റ ട്രാൻസ്ഫർ എങ്ങനെ നടത്തുന്നു എന്ന് നോക്കാം. The interrupts are useful for efficient data transfer between processor and peripheral. പെരിഫറലും പ്രോസസറിനും തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫറിന് അനുവർത്തിക്കുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ട്രാൻസ്ഫർ സ്കീമാണ് ഇന്ററപ്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ സ്കീം. അതെന്താണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഇത്ര എഫിഷ്യൻ്റ് ആയതെന്ന് നമുക്ക് താഴോട്ട് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഒരു പെരിഫറൽ എപ്പോഴാണോ ഡേറ്റ ട്രാൻസ്ഫറിന് റെഡിയാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് പ്രോസസറിനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറയുന്നു, അല്ലെ, ഒരു അപ്രോപ്രിയേറ്റ് സിഗ്നൽ പ്രോസസറിന് കൊടുത്തിട്ട് പറയുന്നു ഐ ആം റെഡി ഫോർ ഡേറ്റ ട്രാൻസ്ഫർ. അതായത് രാവിലെ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി നിന്നിട്ട് എപ്പോഴാണോ റെഡിയാകുന്നത് അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, ഡേറ്റ ട്രാൻസ്ഫറിന് തയ്യാറാണ്. സോ പെരിഫറൽ ഡിവൈസ് എന്ത് ചെയ്യുന്നു, മൈക്രോ പ്രോസസറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുന്നു ത്രൂ ആൻ ഇന്ററപ്റ്റ്. അപ്പോൾ റിസീവിംഗ് ദ ഇന്ററപ്റ്റ് സിഗ്നൽ റിസീവ് ചെയ്താൽ ഉടനെ തന്നെ പ്രോസസർ സസ്പെൻസ് ദ കറണ്ട് പ്രോഗ്രാം എക്സിക്യൂഷൻ. അമ്മ എന്ത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു വരുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. അതിനുവേണ്ടി സേവ്സ് ദ സ്റ്റാറ്റസ് ഇൻ ദ സ്റ്റാക്ക് ആൻഡ് എക്സിക്യൂട്ട്സ് ദി ISS ടു പെർഫോം ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ പെരിഫറൽ ആൻഡ് പ്രോസസർ. നിങ്ങൾക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ആ പ്രോഗ്രാം അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നു എന്ന് കാണുന്നു. At the end of ISS, processor status is restored from stack and the processor resumes its normal execution. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് പഴയ ജോലിയിലേക്ക് പ്രോസസറിന് മടങ്ങിപ്പോകാനായിട്ട് കഴിയും. ഇത്തരം ഡേറ്റ ട്രാൻസ്ഫർ സ്കീമിനെയാണ് ഇന്ററപ്റ്റ് ഡ്രിവൺ ഡേറ്റ ട്രാൻസ്ഫർ സ്കീം എന്ന് അറിയപ്പെടുക. അപ്പോൾ പ്രോസസർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമല്ല, എപ്പോഴാണ് ആവശ്യം വരുന്നത്, അമ്മ നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു വെച്ച് കാത്തിരിക്കേണ്ട കാര്യമല്ല, ആ സമയത്ത് അമ്മയ്ക്ക് പല ജോലികളും ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ഒരു ഇന്ററപ്റ്റ് വരുന്നത് അപ്പോൾ മാത്രം ഡേറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്യുന്നു. The data transfer between the processor and peripheral device can be implemented either by polling technique or interrupt method. രണ്ടു തരത്തിൽ ഡേറ്റ ട്രാൻസ്ഫർ നടത്താം പ്രോസസറും പെരിഫറലും ആയിട്ട്. ഒന്നുകിൽ പോളിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ടെക്നിക്ക് ഉപയോഗിക്കാം എന്ന് കാണുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റിനെ can be classified in the following 3 ways. 3 തരത്തിൽ നമുക്ക് ഇന്ററപ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും. 3 ക്ലാസ് ആയിട്ട്. ഒന്ന് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റുകളെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ആയിട്ട്. ഹാർഡ്വെയർ ജനറേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റ്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റ്. 2 വെക്റ്റേഡ് ആൻഡ് നോൺ വെക്റ്റേഡ് ഇന്ററപ്റ്റ്. 3 മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ്. മാസ്ക് ചെയ്യാൻ പറ്റുന്നതും നോൺ മാസ്ക് ചെയ്യാൻ പറ്റുന്നതും. അവയെപ്പറ്റി നമുക്കിനി പരിശോധിക്കാം. ഈ ഇന്ററപ്റ്റുകൾ എന്തൊക്കെയാണ്? ഇന്ററപ്റ്റ് ഇനിഷ്യേറ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ബൈ സെൻഡിങ് അപ്രോപ്രിയേറ്റ് സിഗ്നൽ ഈസ് കോൾഡ് ഹാർഡ്വെയർ ഇന്ററപ്റ്റ്. ഹാർഡ്വെയർ ഇന്ററപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസ്, അല്ലെ, അപ്രോപ്രിയേറ്റ് ഹാർഡ്വെയർ സിഗ്നൽസ്, പിന്നിലേക്ക് സിഗ്നൽസ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ററപ്റ്റുകളാണ് ഹാർഡ്വെയർ ഇന്ററപ്റ്റുകൾ. അതായത് സിഗ്നൽസിലൂടെ പിന്നിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൊടുത്ത് നമ്മുടെ 8086 പ്രോസസറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് 2 ഇന്ററപ്റ്റ് പിന്നുകൾ നമ്മൾ പഠിച്ചു, INTRഉം NMIയും, ഇന്ററപ്റ്റും നോൺ മാസ്കബിൾ ഇന്ററപ്റ്റും. അപ്പോൾ അത്തരത്തിൽ 2 പിന്നുകൾ 8086 ഇന്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാനായിട്ടുണ്ട്. അത്തരത്തിലുള്ള പിന്നിലൂടെ സിഗ്നൽസ് കൊടുത്ത് ജനറേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റുകളാണ് ഹാർഡ്വെയർ ഇന്ററപ്റ്റുകൾ. Interrupt initiated by appropriate pins, right? Signals to these pins are called hardware interrupts of 8086. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷന്റെ സഹായത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഇന്ററപ്റ്റുകളാണ്. ഇത്തരം ഇന്ററപ്റ്റുകൾ ആർ ഇൻസേർട്ടഡ് അറ്റ് ഡിസൈഡ് ലൊക്കേഷൻ ഇൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിനിടയിൽ
നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത്തരത്തിലുള്ള ഇന്ററപ്റ്റുകൾ, സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകളുടെ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് അത്തരം ISSകൾ ഇന്ററപ്റ്റുകൾ കോൾ ചെയ്യാനായിട്ട് കഴിയും. While running a program, if software interrupt instruction is encountered, then the processor initiate an interrupt. അപ്പോൾ എവിടെയാണോ നമ്മൾ ഇന്ററപ്റ്റ് പർപ്പസ്ഫുൾ ആയിട്ട് കോൾ ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ മുഖാന്തരം പ്രോഗ്രാമിനുള്ളിൽ കൊടുക്കുന്നത്, അപ്പോൾ ആ ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് പ്രോസസർ തുടങ്ങുന്നു എന്ന് കാണാനായിട്ട് കഴിയും. 8086 പ്രോസസർ ഹാസ് 256 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷന്റെ സഹായത്തോടുകൂടി നമുക്ക് 256 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. INT എന്ന് പറയുന്ന ന്യൂമോണിക്കും N എന്ന് പറയുന്ന ഒരു നമ്പർ. നമ്പർ എന്ന് പറയുന്നത് 0 മുതൽ 255 വരെയുള്ള റേഞ്ച് ഓഫ് നമ്പേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. കാരണം 256 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് നമുക്ക് കോൾ ചെയ്യാനായിട്ട് കഴിയും എന്ന് കാണുന്നു. When an interrupt signal is accepted by a processor, if the program control automatically branches to the specific address. എപ്പോഴാണോ ഇത്തരത്തിൽ ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്, അപ്പോഴെന്ത് ചെയ്യുന്നു, പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി ബ്രാഞ്ചസ് ടു എ സ്പെസിഫിക് അഡ്രസ്. പ്രോഗ്രാം ഒരു മെമ്മറിയിലെ ഒരു പ്രത്യേക അഡ്രസ്സിലേക്ക് പോയിട്ട് ആ ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ദിസ് ഇന്ററപ്റ്റ് ഈസ് കോൾഡ് വെക്റ്റേഡ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇന്ററപ്റ്റ് സർവീസ് ചെയ്യണമെങ്കിൽ മെമ്മറിയുടെ ഒരു പ്രത്യേക പൊസിഷനിൽ പോയി അഡ്രസ്സ് അഡ്രസ്സ് എടുത്തിട്ട് ആ അഡ്രസ്സിലുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനെ വെക്റ്റേഡ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നു. ഓട്ടോമാറ്റിക് ബ്രാഞ്ചിങ് ടു എ വെക്റ്റർ അഡ്രസ് ഈസ് പ്രീ ഡിഫൈൻഡ് ബൈ ദി മാനുഫാക്ചർ. അത് മാനുഫാക്ചർ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. 256 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റും എങ്ങനെ സർവീസ് ചെയ്യണമെന്ന് ഓരോ 256 പ്രോഗ്രാമിലൂടെ മാനുഫാക്ചറർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. നോൺ വെക്റ്റേഡ് ഇന്ററപ്റ്റ് ആണെങ്കിൽ ഇന്ററപ്റ്റിംഗ് ഡിവൈസ് ഷുഡ് സപ്ലൈ ദി അഡ്രസ് ഓഫ് IS ടു ബി എക്സിക്യൂട്ടഡ് ഇൻ റെസ്പോൺസ് ടു ദി ഇന്ററപ്റ്റ്. നോൺ വെക്റ്റേഡ് ഇന്ററപ്റ്റ് ആണെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് തന്നെ ഇന്ററപ്റ്റ് സർവീസ് റോട്ടീൻ ചെയ്യാനായിട്ടുള്ള അഡ്രസ് എന്ത് ചെയ്യുന്നു, ഇന്ററപ്റ്റിനോടൊപ്പം തന്നെ നൽകുന്നു, ഇന്ററപ്റ്റ് ചെയ്തതിന് ശേഷം നൽകുന്നു എന്ന് കാണുന്നു. അപ്പോൾ വെക്റ്റേഡ് ഇന്ററപ്റ്റ് ആണെങ്കിൽ വെക്റ്റേഡ് ഇന്ററപ്റ്റിന്റെ വെക്റ്റർ അഡ്രസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ISSന്റെ അഡ്രസ് മുഴുവനും മാനുഫാക്ചർ ഡിസൈൻ ചെയ്തിട്ട് മൈക്രോ പ്രോസസറിൽ തന്നെ അത് ഇൻബിൽറ്റ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നു എന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ നോൺ വെക്റ്റേഡ് ഇന്ററപ്റ്റിലാണെങ്കിൽ ആ അഡ്രസ്സുകൾ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഡിവൈസ്, ഇപ്പം നിങ്ങളൊരു പ്രിന്ററാണ് കണക്ട് ചെയ്തത്, പ്രിന്ററാണ് ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്തത്. ആ ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് തന്നെ എന്താണ് ചെയ്യേണ്ടത്, ഈ ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശം എന്നുള്ള അഡ്രസ്സൂടെ ഇതിനോടൊപ്പം നൽകുന്നു, അഡ്രസ് ഓഫ് ISS കൂടെ ഇതിനോടൊപ്പം നൽകുന്നു. അത്തരം ഇന്ററപ്റ്റുകളെയാണ് നോൺ വെക്റ്റേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലാണെങ്കിൽ മാനുഫാക്ചറർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്, അതിൻ്റെ അഡ്രസ്സുകളുണ്ട്, ആ അഡ്രസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭ്യമാകുന്നു. അത്തരം ഇന്ററപ്റ്റുകളെ വെക്റ്റേഡ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. മറ്റേതൊന്ന് നോൺ വെക്റ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററപ്റ്റ് ചെയ്യുന്ന ഡിവൈസ് തന്നെ ഈ ഇന്ററപ്റ്റ് സർവീസ് ചെയ്യാനായിട്ടുള്ള റൂട്ടീനിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നൽകുന്നു. അതാണ് നോൺ വെക്റ്റേഡ് ഇന്ററപ്റ്റ്. All 8086 interrupts are vectored interrupt. 8086 വെക്റ്റേഡ് ഇന്ററപ്റ്റ്സ് എല്ലാ ഇന്ററപ്റ്റുകളും സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകളും വെക്റ്റേഡ് ഇന്ററപ്റ്റുകളാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി, ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വെക്റ്റേഡും നോൺ വെക്റ്റേഡ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് ആണ്. വെക്റ്റർ അഡ്രസ് ഫ്രം 8086 ഇന്ററപ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം വെക്റ്റർ ടേബിൾ. അപ്പോൾ ഇങ്ങനെ 256 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റുകളും സർവീസ് ചെയ്യാനായിട്ടുള്ള സ്റ്റാർട്ടിംഗ് അഡ്രസ്, ആ അഡ്രസ്സുകളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ടേബിളാണ്. അപ്പോൾ ഈ വെക്റ്റർ ടേബിൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഒന്നാമത്തെ ISSന്റെ അഡ്രസ് ഏതാണ്, രണ്ടാമത്തതിൻ്റെ ഏതാണ്, മൂന്നാമത്തതിൻ്റെ അഡ്രസ് ഏതാണ്, നാലാമത്തതിൻ്റെ അഡ്രസ് ഏതാണ്. അങ്ങനെ ഒരു ടേബിൾ സിസ്റ്റം കീപ്പ് ചെയ്യുന്നുണ്ട്. അത് മെമ്മറിയുടെ ഫസ്റ്റ് 1 KB ലൊക്കേഷനിലാണ് ഈ വെക്റ്റർ ടേബിളിന്റെ ഡീറ്റെയിൽസ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. വെക്റ്റർ ടേബിൾ എന്താണെന്ന് മനസ്സിലായി കാണും. വെക്റ്റർ ടേബിൾ ഈസ് എ ടേബിൾ വിച്ച് ഗീവ്സ് ഡീറ്റെയിൽസ് അബൌട്ട് സർവീസ് റൊട്ടീൻ അഡ്രസ് ആണ്. ISSന്റെ അഡ്രസ്സസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ടേബിളാണ് വെക്റ്റർ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ററപ്റ്റ് വന്നാൽ ഫസ്റ്റ് 1 KB നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ് എടുത്താൽ മാത്രം മതിയാവും. The processors have facility for accepting or rejecting hardware interrupts. ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യാം, ചിലപ്പോൾ പ്രോസസറിന് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം.
ഇനി പ്രോഗ്രാമിംഗ് ദ പ്രോസർ ടു റിജക്റ്റ് ആൻ ഇൻട്രപ്റ്റ് ഈസ് റെഫേർഡ് ടു ആസ് മാസ്കിംഗ്. നമുക്കൊരു ഇൻട്രപ്റ്റ് വന്നിട്ട് മാസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചില പ്രോഗ്രാമിന്റെ സഹായത്തോടെ നമ്മൾ പ്രോസറിൽ പ്രോഗ്രാം ചെയ്തു വയ്ക്കുന്നു, ഇത്തരം ഇൻട്രപ്റ്റ് വന്നാണെങ്കിൽ പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് വന്നാൽ അത്തരം ഇൻട്രപ്റ്റുകളെയാണ് മാസ്കിംഗ് എന്ന് പറയുന്നത്. ആ പ്രക്രിയയാണ്. പ്രോഗ്രാമിന്റെ സഹായത്തോടു കൂടി ഒരു ഇൻട്രപ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് സർവീസ് ചെയ്യുന്നില്ല, ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല, അതിനെയാണ് നമ്മൾ മാസ്കിംഗ് എന്ന് പറയുന്നത്. പ്രോസറിന് എല്ലാ സമയത്തും മാസ്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില ഇൻട്രപ്റ്റുകൾ വന്നാൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. അത്തരം ഇൻട്രപ്റ്റുകളെയാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റുകൾ എന്ന് പറയുക. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ മാസ്ക് ചെയ്യാൻ പറ്റുന്നത് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്നും മാസ്ക് ചെയ്യാൻ പറ്റാത്തതിനെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്നും പറയാം. പ്രോഗ്രാമിംഗ് ദ പ്രോസർ ടു അക്സെപ്റ്റ് ആൻ ഇൻട്രപ്റ്റ് ഈസ് റെഫേർഡ് ടു ആസ് അൺമാസ്കിംഗ്. ഇൻട്രപ്റ്റിനെ സ്വീകരിക്കുന്നു, സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അൺമാസ്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്ക് ചെയ്യുക എന്ന് പറയുന്ന റിജക്റ്റ് ചെയ്യുക, സ്വീകരിക്കുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രോഗ്രാമിന്റെ സഹായത്തോടുകൂടി ഒരു ഇൻട്രപ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാസ്കിംഗ് എന്നും, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എനേബിളിംഗ് അല്ലെങ്കിൽ അൺമാസ്കിംഗ് എന്നും അറിയപ്പെടുന്നു. 8086-ൽ ഇൻട്രപ്റ്റ് ഫ്ലാഗ് ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രക്രിയ ചെയ്തെടുക്കാൻ കഴിയും. അത് സെറ്റ് ടു 1 ആണെങ്കിൽ, ഇൻട്രപ്റ്റ് ഫ്ലാഗ് 1 എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൺമാസ്കിങ്ങും ഓർ എനേബിളിങ്ങും. അതിൻ്റെ അപ്പോൾ 0 ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? 0 ആണെങ്കിൽ ഡിസേബിളിങ്. അപ്പോൾ ഇൻട്രപ്റ്റ് ഫ്ലാഗിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾ ഓൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് എക്സെപ്റ്റ് NMI. നോൺ മാസ്കബിൾ, മാസ്ക് ചെയ്യാൻ പറ്റാത്ത ഇൻട്രപ്റ്റ് ആണ് NMI. NMI ഒഴിച്ചു ബാക്കി എല്ലാ ഇൻട്രപ്റ്റിനെയും മാസ്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം, ഡിസേബിൾ ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ മാസ്കിംഗ് ഓർ ഡിസേബിളിംഗ്, എനേബിളിംഗ് ഓർ അൺമാസ്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻട്രപ്റ്റ് ഫ്ലാഗിനെ അധികരിച്ചാണെന്ന് കാണുന്നു. The interrupts whose request can be either accepted or rejected by the processor is called മാസ്കബിൾ ഇൻട്രപ്റ്റ്. അപ്പോൾ ചില ഇൻട്രപ്റ്റുകളുണ്ട്, അവയുടെ റിക്വസ്റ്റിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം, തീരുമാനിക്കാം, കുഴപ്പമില്ല. അത് പ്രോസറിന് തീരുമാനം എടുക്കാം. അത്ര ഇൻട്രപ്റ്റിനെയാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കുട്ടികൾ ബഹളം വയ്ക്കുന്നു. ചില അധ്യാപകരാണെങ്കിൽ ക്ലാസ് നടത്തി വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ സെറ്റിൽ ചെയ്തതിന് ശേഷമേ ക്ലാസ് തുടങ്ങത്തുള്ളൂ. അത് ഒരു തരം അധ്യാപകർ. ചില അധ്യാപകർ എന്ത് ചെയ്യുന്നു? ഇത് മൈൻഡ് ചെയ്യാതെ ക്ലാസ് എടുക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള ഇൻട്രപ്റ്റുകൾ എന്നെ ബാധിക്കില്ല എന്ന്, ഞാൻ എൻ്റെ പ്രക്രിയ തുടരുന്നുവെന്നും പറയുന്നു. ചിലപ്പോൾ പ്രോസർ അത്തരത്തിലൊരു സ്റ്റാൻഡ് എടുക്കും. അപ്പോൾ അങ്ങനെ പ്രോസറിന് തീരുമാനിക്കാം ഇത് മാസ്ക് ചെയ്യണോ, അക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ, ഇത് അത്യാവശ്യമുള്ള കാര്യമാണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അത്തരം ഇൻട്രപ്റ്റുകളെയാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുക. നമുക്ക് ഓപ്ഷൻ ഉണ്ട് തീരുമാനിക്കാൻ. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. നിങ്ങൾക്ക് ക്ലാസ് തുടരാം അല്ലെങ്കിൽ ക്ലാസ് നിർത്തി വയ്ക്കാം. രണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. എന്നാൽ interrupts whose signal request has to be definitely accepted by the processor is called non-maskable interrupt. നിങ്ങൾക്ക് മാസ്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രോസസർ ഉറപ്പായിട്ടും അത്തരം ഇൻട്രപ്റ്റുകളെ സ്വീകരിച്ചേ മതിയാവുള്ളൂ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ പുറത്തു നിന്ന് വിളിക്കുന്നു, അധ്യാപകൻ മാസ്ക് ചെയ്തിട്ട് അവിടെ നിന്നോട്ടെ, പ്രിൻസിപ്പൽ അവിടെ നിന്നോട്ടെ എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം സുപ്പീരിയർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഉറപ്പായിട്ടും ക്ലാസ് നിർത്തി വെച്ചിട്ട് അദ്ദേഹം എന്തിനാ വിളിച്ചതെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം അധ്യാപകനുണ്ട്. അത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് ആണ്. ഇതൊരു നോൺ മാസ്കബിളിന് ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. Whenever a request is made by a non-maskable interrupt, the processor has to definitely accept that request and service that interrupt by suspending its current program and executing it. വേറെ ഒരു ഓപ്ഷനും ഇല്ല. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നിലവിലെ പരിപാടി നിർത്തിവെച്ച് ആ ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യുകയും, ആ ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ISS എക്സിക്യൂട്ട് ചെയ്യുകയും വേണം. In an 8086 processor, all hardware interrupts initiated through INTR pin are maskable. അപ്പോൾ INTR പിൻ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഒക്കെ തന്നെ മാസ്കബിൾ ആണ് ബൈ ക്ലിയറിംഗ് ഇൻട്രപ്റ്റ് ഫ്ലാഗ്. INTR പിന്നിലൂടെ ജനറേറ്റ് ചെയ്യുന്നതെല്ലാം മാസ്കബിൾ ആണ്. അതുകൊണ്ട് അത് interrupt flag is set to 0. The interrupt initiated through NMI pin and all software interrupts are non-maskable. പിന്നിലൂടെ ജനറേറ്റ് ചെയ്തു വരുന്ന പിന്നും പിന്നെ ചില നോൺ മാസ്കബിൾ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. അവയൊക്കെ നമുക്ക് സർവീസ് ചെയ്തേ മതിയാകത്തുള്ളൂ.
ഇനി സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഏതൊക്കെ തരത്തിലാണ്, എവിടെ നിന്നൊക്കെയാണ് ഇൻട്രപ്റ്റ് വരാനായിട്ടുള്ള ചാൻസ്. ആൻഡ് ഇൻട്രപ്റ്റ് ഇൻ 8086 can come from one of the following three sources. ഒന്ന്, one source is from an external signal applied to NMI or INTR. ഒരു സോഴ്സ് എന്ന് പറയുന്നത് NMI അല്ലെങ്കിൽ INTR പിൻ വഴിക്ക് പ്രോസറിൽ വരുന്ന ഇൻട്രപ്റ്റ്. ഇതിന് നമ്മൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തത്, സെക്കൻഡ് സോഴ്സ് ഓഫ് ആൻ ഇൻട്രപ്റ്റ് ഈസ് ആൻ എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻട്രപ്റ്റ് ത്രൂ INTN ഇൻസ്ട്രക്ഷൻ. INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനിലൂടെ ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. മൂന്നെന്ന് പറയുന്നത്, തേർഡ് റിസോഴ്സ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിതും. പക്ഷേ കുറച്ചുകൂടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സൗകര്യപ്രദമായിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് എലാബറേഷൻ പറഞ്ഞതിൻ്റെ എലാബറേഷൻ കൂടെ ചേർത്തുകൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ്. അങ്ങനെ ഉള്ള ഇൻട്രപ്റ്റുകൾ നമുക്ക് 3 തരത്തിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്, പിന്നെ എക്സെപ്ഷനിലൂടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റുകൾ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ നട്ട്ഷെൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻട്രപ്റ്റ്സ് ഓഫ് 8086 പഠിക്കും. വളരെ സൂക്ഷ്മമായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.